പിന്നെ സർവേ റിപ്പോർട്ടുകൾ, എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നിലും വരുന്ന സർവേ റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി. 2021 ആദ്യം വന്ന സർവേ റിപ്പോർട്ടുകൾ എന്തായിരുന്നു? ഏത് കണക്കിലായിരുന്നു UDF മുന്നേറിയിരുന്നത്? എത്ര കണ്ട് പിറകിലായിരുന്നു LDF? പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ 2016 സീറ്റ് വർദ്ധിപ്പിച്ച് 99 സീറ്റിലേക്ക് എത്തിച്ചല്ലേ LDFനെ ജനങ്ങൾ വിജയിപ്പിച്ചത്? അതായിരുന്നോ സർവേയിൽ കണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല, 2021 സീറ്റിനേക്കാളും കൂടുതൽ സീറ്റാണ് ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ഒരു ഘട്ടത്തിൽ കേരളം ഇനി മുന്നോട്ട് പോകില്ല എന്ന് നാട്ടിലെ കുറേ ആളുകൾ കരുതിയിരുന്നു. 2016 മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് അങ്ങനെയൊരു ധാരണയായിരുന്നു പൊതുവെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഈ നാട് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു പുരോഗതിയും നേടില്ല എന്ന ചിന്ത പൊതുവെ വ്യാപകമായിരുന്നു. അതിനിടയാക്കിയത് കേരളത്തിലെ UDF ഭരണമായിരുന്നു. എന്നാൽ 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ നാടിൻ്റെ ദുരവസ്ഥക്ക് വലിയ മാറ്റം വന്നു. നാട് നല്ല നിലയിൽ പുരോഗതി പ്രാപിച്ചു. ആ പുരോഗതി പ്രാപിച്ച നാടിന് ഇനിയും മുന്നോട്ട് പോകണം എന്ന ചിന്തയിലാണ് ജനങ്ങളാകെ 2021 LDFന് തുടർഭരണം സമ്മാനിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, 2021 ജനങ്ങളുടെ വിധി അത് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിയ വിധിയായിരുന്നു. അത്തരമൊരു വിധി രേഖപ്പെടുത്തുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചത് ജനങ്ങളുടെ അനുഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അതേവരെ 2016 വരെ നിലവിലുണ്ടായിരുന്ന സമ്പ്രദായം, തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി പരാജയപ്പെടും, പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിലേറും. ഈ പതിവ് നാടിൻ്റെ പുരോഗതിയെ സാരമായി ബാധിച്ചു എന്നാണ് ജനങ്ങൾ കണ്ടത്. രണ്ട് മുന്നണികൾ, LDFും UDFും. LDFിനോട് നാടിന് പ്രതിബദ്ധതയുണ്ട്, UDFന് ആ പ്രതിബദ്ധതയില്ല. LDFന് ജനങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യമുണ്ട്, UDFന് തങ്ങളുടെ തന്നെ കാര്യങ്ങളിലാണ് താല്പര്യം. ഇതുകൊണ്ട് സംഭവിച്ചത് എന്താ? LDF അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം നാട് മുന്നോട്ട് പോയി, ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പാക്കി, നാടിൻ്റെ വികസനത്തിനുതകുന്ന ഒരുപാട് പദ്ധതികൾക്ക് രൂപം നൽകി. പക്ഷേ പിന്നീട് വരുന്നത് UDF ഗവൺമെൻറ്റാണ്. അതോടെ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ നിന്നു. അതിൽ ചിലത് തകർന്നുപോയി, ചിലതിനൊരു തുടർച്ചയില്ല. കാലാനുസൃതമായി നാട് പുരോഗതി വായിക്കണം, അതുമില്ല. ചുരുക്കത്തിൽ UDF ഭരണകാലം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശപിക്കപ്പെട്ട കാലമായി. എല്ലാ മേഖലയിലും നാട് പുറകോട്ട് പോയി. ഇതിൻ്റെ ഏറ്റവും മൂർധന്യ ദശയായിരുന്നു 2011-16 കാലം. അതാണ് ജനങ്ങൾ ഇനി അത് സമ്മതിച്ചുകൂടാ. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ഇടവേള പാടില്ല, പുരോഗതിക്ക് തുടർച്ചയുണ്ടാവണം, വികസനത്തിന് തുടർച്ചയുണ്ടാവണം, ജനക്ഷേമ കാര്യങ്ങൾക്ക് തുടർച്ചയുണ്ടാവണം. ഇത് ജനങ്ങൾ അനുഭവത്തിലൂടെ തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് 2021 നേരത്തെയുള്ള ചരിത്രം തിരുത്തി LDFന് തുടർഭരണം സമ്മാനിച്ചത്. LDFന് തുടർഭരണം സമ്മാനിച്ചത് അല്ലെങ്കിൽ 2021 തങ്ങളുടെ തീരുമാനം ശരിയായോ എന്ന് പരിശോധിക്കാനുള്ള ഘട്ടമാണിത്. ആ പരിശോധനയിലേക്ക് കടക്കുന്ന ആർക്കും നിരാശയുണ്ടാവില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം, ഈ തീരുമാനമെടുത്തതിന് ശേഷമുള്ള 5 വർഷക്കാലം അഭിമാനകരമായ ഓരോ ഘട്ടങ്ങളാണ് പിന്നിട്ട് പോയിട്ടുള്ളത്. തങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഘട്ടങ്ങൾ. ഈ 5 വേണമെങ്കിൽ മൊത്തം 10 എടുക്കാം, 10 വർഷം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാടിനെ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിയ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന നവംബർ 1 പ്രഖ്യാപനം. ലോകം അത്ഭുതത്തോടെയാണത് കേട്ടത്. കാരണം ലോകത്ത് അപൂർവം രാജ്യങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. ഇന്ത്യയിലാണല്ലോ നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. അത്തരമൊരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് എങ്ങനെ അതിദാരിദ്ര്യമുക്തമാകാനായി? ഇതാണ് ലോകത്തെ അമ്പരപ്പിച്ചത്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉണ്ടാകുന്നതിനിടയായത് എന്താണ്? നമ്മുടെ രാജ്യം ഭരിച്ചവരുടെ പിടിപ്പുകേട് തന്നെയാണ്. ഇപ്പം രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെൻറ്. BJPയുടെ ഗവൺമെൻറ് ആഗോളവൽക്കരണ നയമാണ് അംഗീകരിച്ചിട്ടുള്ളത്. ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി ഉള്ള പ്രത്യേകത എന്താ?
കോർപ്പറേറ്റുകൾക്കേ സംരക്ഷണമുള്ളൂ. കോർപ്പറേറ്റുകൾക്ക്, അതിസമ്പന്നർക്ക് സംരക്ഷണമുണ്ട്. ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ദ്രോഹ നടപടികളാണ്. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു, ദരിദ്രാവസ്ഥ മൂർച്ഛിക്കുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ അനുഭവം. ഇത് അംഗീകരിച്ച നയം, ആഗോളവൽക്കരണ നയം, അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മളൊരു കാര്യം കാണണം, ആഗോളവൽക്കരണ നയം എന്നത് BJPയുടെ സ്വന്തമായ നയമല്ല. BJPക്ക് മുൻപ് ഇന്ത്യയിൽ ആ നയം നടപ്പാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസ്സാണ്, നരസിംഹറാവുവിൻ്റെ കാലത്താണ്. കോൺഗ്രസും ഇതേ നയം തന്നെയാണ് നടപ്പാക്കിയത്. രണ്ടു കൂട്ടർക്കും ഒരേ നയം, കോൺഗ്രസിനും BJPക്കും. രണ്ടു കൂട്ടരും ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയും സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു, പിന്താങ്ങുന്നു, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു. ഇതാണ് 2011-16 കാലത്ത് കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിൽ UDF ഗവൺമെൻറ്, UDF ഇവിടെ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൽ 2 ഗവൺമെൻറ്റുകൾ. ആദ്യത്തേത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, രണ്ടാമത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റുകളും ഒരേ നയം, ആഗോളവൽക്കരണ നയം. അതിൻ്റെ ഫലമായിരുന്നു നമ്മുടെ നാടിൻ്റെ തകർച്ച. UDF കാണിച്ച കെടുകാര്യസ്ഥതയോടൊപ്പം. എന്തുകൊണ്ടാണ് LDFന് മാറ്റം സൃഷ്ടിക്കാനായത്? LDF ആഗോളവൽക്കരണ നയമല്ല അംഗീകരിക്കുന്നത്. LDF ജനപക്ഷത്താണ്, പാവപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 64,006 കുടുംബങ്ങൾ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടാ എന്ന് LDF ആലോചിച്ചത്. ആ ആലോചനയാണ് ഗവൺമെൻറ് പ്രാവർത്തികമാക്കിയത്. 64,006ാമത്തെ കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇത്തരമൊരു കാര്യം ആലോചിക്കാൻ തയ്യാറായോ? നേരത്തെ ആലോചിച്ചില്ല, പോട്ടെ, കേരളം പ്രഖ്യാപിച്ചല്ലോ. കേരളം ഇങ്ങനൊരു കാര്യം നേടിയിരിക്കുന്നു, നമുക്കും ആ വഴിക്ക് ആലോചിച്ചാൽ എന്താ എന്ന് ഏതെങ്കിലും സംസ്ഥാനത്തിൽ തോന്നിയോ? തോന്നില്ല. അവിടെയാണ് LDFൻ്റെ പ്രത്യേകത. LDFൻ്റെ പ്രത്യേകത ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നതാണ്. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയുടെയും കൂടെ LDF ഇല്ല. നമ്മുടെ രാജ്യം കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ ജനങ്ങളാകെ വലിയ ആശങ്കയിൽ, ചെറിയ ആശങ്കയല്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താ? ആ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു നിർത്തുക എന്താണ്, എല്ലാവരെയും ഒരേപോലെ കാണുക എന്താണ്. അങ്ങനെ കാണാൻ ഇപ്പോഴത്തെ രാജ്യത്ത് കഴിയുന്നുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് കഴിയുന്നുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് BJP ആണ് നേതൃത്വം കൊടുക്കുന്നത്. BJPക്ക് നേതൃത്വം RSSനാണ്. അപ്പോൾ RSSൻ്റെ നയമാണ് നടപ്പാക്കുന്നത്. RSSൻ്റെ നയമനുസരിച്ച് രാജ്യത്തെ ചിലർ ആഭ്യന്തര ശത്രുക്കളാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് RSS വിലയിരുത്തിയിട്ടുള്ളത്. ആ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങളെ പലതരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നു. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി വന്നു. പൗരത്വ നിയമ ഭേദഗതിയിൽ വലിയ ആശങ്ക രാജ്യത്താകെ ഉയർന്നു വന്നു. എന്തായിരുന്നു ആശങ്ക? നമ്മുടെ രാജ്യം, എൻ്റെ രാജ്യം, ഞങ്ങളുടെ രാജ്യം അന്യമായി പോകുമോ എന്ന ആശങ്ക. നാളെ ഇവിടെ ജീവിക്കാൻ കഴിയാതെ വരുമോ എന്ന ആശങ്ക. ആ ആശങ്ക വെറുമൊരു തോന്നലാണെന്ന് പറയാൻ പറ്റുമോ? പൗരത്വത്തിന് മതം അടിസ്ഥാനമെന്ന് വന്നാൽ ഇത്തരമൊരു കൂട്ടരെ രാജ്യം ഭരിക്കുമ്പോൾ എന്തും സംഭവിക്കാലോ എന്ന സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്. അതിന് ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കാനും അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകാനും ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധമായോ? ശരിയായ നിലപാട് BJPക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞോ? BJP സ്വീകരിക്കുന്നത് അവരുടെ കണ്ണിൽ ശരിയായ നിലപാടാണ്. അത് ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്യലാണ്. എന്നാൽ കോൺഗ്രസും ഏറെക്കുറെ BJPയുടെ നയത്തിനോടൊപ്പമല്ലേ നിന്നത്. ആരാണ് രാജ്യത്ത് ആദ്യമായും പൗരത്വ രജിസ്റ്റർ കൊണ്ടുവന്നത്? കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചത് അവരല്ലേ. അതിൻ്റെ തുടർച്ചയായി തങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ദുരുപയോഗിക്കാനല്ലേ BJP തയ്യാറായത്. ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാൻ, നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞോ? ഇടതുപക്ഷം എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായോ? ശരിയായ നിലപാട് രാജ്യത്താകെ ഇടതുപക്ഷം സ്വീകരിച്ചു. ഇവിടെ LDF ഏതെങ്കിലും ആശയക്കുഴപ്പമുണ്ടായോ? ഇന്ത്യ രാജ്യത്ത് ആദ്യമായൊരു ഗവൺമെൻറ്, ഇവിടുത്തെ LDF ഗവൺമെൻറ് പരസ്യമായി പ്രഖ്യാപിച്ചു, പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്. ചിലർ ചോദിച്ചു, എങ്ങനെയാണ് രാജ്യമാകെ ഒരു നിയമം വരുമ്പോൾ നടപ്പാക്കില്ല എന്ന് പറയാ?
ഞങ്ങൾ പറഞ്ഞു നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ്, നടപ്പാക്കില്ല. ഇപ്പം എന്തായി? LDF ആ പറഞ്ഞ വാക്ക് പാലിക്കുകയല്ലേ? നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഇവിടം കണ്ട പോലെ, ഇവിടെ സ്വീകരിച്ചതുപോലെ ഒരു നയം സ്വീകരിക്കുന്നുണ്ടോ? ഇവിടെ നേറ്റിവിറ്റി കാർഡ് ഇപ്പോൾ വരുന്നു. എന്താണ് നേറ്റിവിറ്റി കാർഡ്? ഞാൻ കേരളത്തിൻ്റെ സന്തതി എന്ന് കാണിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക രേഖ. നീ ഇവിടുത്തുകാരനല്ല, ഇവിടുത്തുകാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വരാൻ കഴിയില്ല. ആര് വന്നാലും ഇതാ എൻ്റെ തെളിവ്, എൻ്റെ രേഖ, എൻ്റെ നാട് എന്നെ അംഗീകരിച്ച രേഖ എന്ന് പറഞ്ഞുകൊണ്ട് ആ നേറ്റിവിറ്റി കാർഡ് എടുത്ത് കാണിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, മറ്റേതെങ്കിലും ഒരു കൂട്ടർ ഇത് ചെയ്തോ? ഏതെങ്കിലും സംസ്ഥാനത്ത് ചെയ്തോ? പോട്ടെ, ഇവിടെ ചെയ്തല്ലോ, ഇവിടെ പ്രഖ്യാപിച്ചല്ലോ. ഇവിടെ കോൺഗ്രസ് എന്നൊരു പാർട്ടിയുണ്ടല്ലോ, ആ പാർട്ടിക്ക് ചെയ്ത കാര്യം നന്നായി എന്ന് പറയാൻ തോന്നിയോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിക്ക് നന്നായി ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്ന് പറയാൻ കഴിഞ്ഞോ? എന്തേ അവർക്കെല്ലാം BJPയെ ഭയമാണോ? അവരെ പീഡിപ്പിക്കലാണോ? എന്തുകൊണ്ടാണ് ശരിയായ കാര്യങ്ങൾ കാണുമ്പോൾ ശരിയാണെന്ന് പറയാൻ കഴിയാത്തത്? നമ്മൾ BJPയെ ചുരുക്കി കാണരുത്. ഇപ്പോൾ കണ്ടില്ലേ BJPയുടെ അസഹിഷ്ണുതയുടെ രൂപം? പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തില്ലേ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? ആക്രമണം BJPയുടെ സ്വതവേയുള്ള ലൈനാണല്ലോ. BJP മറ്റുള്ളിടത്ത് കാണിക്കുന്നതിൻ്റെ ഒരു സാമ്പിൾ ഇപ്പോൾ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും വ്യത്യസ്തതയില്ല. ഞങ്ങൾ കോൺഗ്രസിനെയും UDFനെയും ശക്തമായി നേരിടുന്നവർ തന്നെയാണ്. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ മര്യാദ പുലർന്നു പോകണം. തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം ഹനിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനെ ഞങ്ങൾ അപലപിക്കുന്നു. കോൺഗ്രസ് ഒരു തരത്തിലുള്ള നിസ്സഹായാവസ്ഥയല്ലേ അവിടെ കാണിച്ചത്? ഇപ്പോൾ BJP എന്ന് പറയുന്ന ശക്തി നമ്മുടെ നാട്ടിൽ വേരുറപ്പിച്ചാൽ എത്രത്തോളം ആപത്തുണ്ടാകും എന്നതിൻ്റെ സൂചനയാണത്. അത് നാം കാണാതിരിക്കരുത്. ഇവിടെ LDFനെ എല്ലാ രീതിയിലും പിന്താങ്ങിയ ജനങ്ങൾ ഈ 5 വർഷക്കാലവും നല്ല രീതിയിലാണ് LDFനോടൊപ്പം സഞ്ചരിച്ചത്. എന്നാൽ വികസനത്തിൻ്റെ ഓരോ ഏടും ഇപ്പോൾ എടുത്ത് പറയാൻ തയ്യാറാകുന്നില്ല. നമ്മൾ സമയം കുറച്ച് വൈകി, നല്ല പന്തലൊക്കെയാണ്, ചൂടിൻ്റെ വിഷമം പന്തലിനകത്തില്ലെങ്കിലും സമയം വൈകിയത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മൾ കാണേണ്ടത്, നമ്മൾ ഈ കാലയളവ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നല്ലോ. ആ ദുരന്തത്തിൽ 2018 മഹാപ്രളയമുണ്ട്, നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടു പിറ്റത്തെ വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഒട്ടും ഇടവേളയില്ലാതെ കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. ഒരു നാട് തകരാൻ മറ്റെന്തെങ്കിലും വേണോ? സ്വാഭാവികമായും നമുക്ക് സഹായം വേണമായിരുന്നു. ആ മഹാപ്രളയം നാടിനെ തകർത്തെറിയുന്നു. കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിച്ചോ? ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരം ഒരു ഘട്ടത്തിൽ സഹായം നൽകാതിരുന്നിട്ടുണ്ടോ? എല്ലാവർക്കും സഹായം ലഭിച്ചു, നമുക്ക് മാത്രമില്ല. അതല്ലേ നമ്മുടെ അനുഭവം. നമ്മുടെ ലോകം, ചില രാജ്യങ്ങൾ കേരളത്തെ നെഞ്ചേറ്റിയവർ, അവർ പറഞ്ഞു ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമാണ്, ഇന്ത്യ ഗവൺമെൻറ് അറിയിച്ചു. ഞങ്ങൾ സ്വീകരിക്കില്ല മറുപടി ഇന്ത്യ ഗവൺമെൻറ്. ഇതല്ലേ ഉണ്ടായത്? അതിനുശേഷം പല ദുരന്തങ്ങൾ, ഒന്നിനും സഹായമില്ല. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എല്ലാവരും കണക്കാക്കി, ഇപ്പം ഏതായാലും സഹായം കിട്ടിയോ? അതിലുമില്ല. എന്താണ് നമ്മുടെ സംസ്ഥാനത്തോട് പ്രത്യേക സമീപനം? ഈ കാര്യത്തിൽ മാത്രമാണോ? കേന്ദ്രത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്ത് ലഭിക്കേണ്ട പല വിഹിതങ്ങളുണ്ട്. ഇപ്പോൾ നികുതി വിഹിതത്തിൽ നമുക്ക് അർഹമായത് ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ജനസംഖ്യ, രാജ്യത്തെ ജനസംഖ്യയുടെ 2.5%. നമ്മുടെ നികുതി വിഹിതം 1.9. ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതമില്ല, അതിൽ കുറവ്. മറ്റൊട്ടേറെ വിഹിതങ്ങൾ, എല്ലാറ്റിലും കുറവ്. നമുക്ക് നാടിൻ്റെ വികസനത്തിന് വായ്പയെടുക്കണം. ആ വായ്പയെടുക്കുന്നതിൽ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. പക്ഷേ കേന്ദ്രം ഇടപെട്ടു, ആ അധികാരം വെട്ടിക്കുറച്ചു. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ വികസനത്തിനുള്ള പണമാണ് കുറയുന്നത്. നാം എടുത്ത കടത്തിൽ
പരിശോധിച്ചാൽ കാണാൻ കഴിയും 90% നാടിൻ്റെ വികസന മൂലധന ചെലവിനാണ് വിനിയോഗിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ നാടിൻ്റെ ഭാവി കാര്യങ്ങൾക്ക്. അത് നാടിന് വരുമാനമുണ്ടാക്കും, നാടിൻ്റെ വികസനത്തിന് വഴിവെക്കും, നാടിനെ ശക്തിപ്പെടുത്തും. നിങ്ങളങ്ങനെ വികസിക്കണ്ട എന്ന നിലപാട് കേന്ദ്രത്തിന്. ഇത്തരം സമീപനം കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും പ്രത്യേക അയോഗ്യതയുണ്ടോ? അയോഗ്യതയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് യോഗ്യതയുള്ളവരാണല്ലോ കേരളം. രാജ്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ നാടാണല്ലോ. എന്തേ ഇത്തരമൊരു നിലപാടിന് കാരണം? അവിടെയാണ് രാഷ്ട്രീയം. നേരത്തെ പറഞ്ഞ BJP നേതൃത്വം, BJPയുടെ നേതൃത്വം RSSന്, BJPയെയും RSSനെയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. കേരളം അവരെ സ്വീകരിക്കുന്നില്ല. കേരളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി ജീവിക്കുന്ന നാടാണിത്. മതനിരപേക്ഷതയുടെ വിളനിലമാണ്. അത്തരമൊരു നാടിനും ജനങ്ങൾക്കും RSSനെയും BJPയെയും സ്വീകരിക്കാനാവില്ല. അതിൻ്റെ വിരോധം അത് പകയായി വിദ്വേഷമായി മാറുന്നു. കേരളം തകരട്ടെ എന്ന സമീപനം സ്വീകരിക്കുന്നു. ആ കേരളം തകരട്ടെ എന്ന സമീപനം BJP സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസും UDFും സ്വീകരിച്ച നില എന്താണ്? ഈ കോൺഗ്രസും UDFും എന്ന് പറഞ്ഞാൽ 2016 വരെ ഇടവിട്ട് കേരളം ഭരിച്ചവരാണല്ലോ. ഈ നാടിനെ തകർക്കാനുള്ള നീക്കം നടക്കുമ്പോൾ നാടിൻ്റെ താല്പര്യത്തോടൊപ്പം അവർ നിൽക്കണ്ടേ? നിന്നോ? കേന്ദ്ര നിലപാട് തെറ്റാണെന്ന് പറഞ്ഞോ? പാർലമെന്റിൽ നിരനിരയായിരിക്കുന്ന UDF MP ആരെങ്കിലും കേന്ദ്രത്തെ വിമർശിച്ചോ? അവർ നാക്കെടുത്താൽ കേരളത്തെയും കേരള ഗവൺമെന്റിനെയാണ് കുറ്റപ്പെടുത്താൻ നോക്കിയത്. എല്ലാ ഘട്ടത്തിലും കേന്ദ്രത്തിൻ്റെ സമീപനത്തെ ന്യായീകരിക്കാനാണ് അവരൊരുപ്പെട്ടത്. നമ്മൾ വലിയ തോതിൽ അവഗണിക്കപ്പെട്ടപ്പോൾ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം നടത്താൻ ആലോചിച്ചു. ഞങ്ങൾ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാരെ വിളിച്ചു. ഇത് നാടിൻ്റെ പൊതു പ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്തിക്കൂടെ? ഇല്ല, ഞങ്ങളില്ല. മറുപടി എന്തേ? ഇത് LDFിൻ്റെ പ്രശ്നമല്ലല്ലോ, കേരളം തകരുന്ന പ്രശ്നമല്ലേ? അതിനെ ചോദ്യം ചെയ്യാൻ ഒന്നിച്ചു നിൽക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ BJPയുടെ മനസ്സിന് ചെറിയ തോതിലുള്ള വിഷമം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം കോൺഗ്രസിനും UDFിനും. അതാണ് നാം കണ്ടത്. ഇവരെല്ലാം ആഗ്രഹിച്ചത് കേരളം തകരട്ടെ എന്നാണ്. എന്നാൽ ആ ആഗ്രഹമാണോ നടന്നത്? നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ആ അതിജീവനം ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെയാണ് ഈ നാടിന് ഈ രീതിയിൽ അതിജീവനം കഴിഞ്ഞത് എന്നതാണ് അവരെ ആശ്ചര്യപ്പെടുത്തിയത്. നമുക്കതിൽ ആശ്ചര്യമില്ല. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ കരുത്ത്. എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടായി. ഞങ്ങൾ ജനങ്ങളെയാണ് വിശ്വസിച്ചത്, ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചു. ഈ നാട് നല്ല രീതിയിൽ വികസിച്ചിരിക്കുന്നു. ആധുനിക ലോകത്തിന് ചേരത്തക്ക രീതിയിലുള്ള വികസനത്തിലേക്ക് കുതിക്കുമാറുള്ള അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്നും മുന്നോട്ട് പോകണം. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ 10 വർഷക്കാലവും ഞങ്ങൾ നീങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഒരാശങ്കയും ഞങ്ങൾക്ക് ആ കാര്യത്തിലില്ല. നല്ല ഉറപ്പ് ആ കാര്യത്തിലുണ്ട് താനും. പിന്നെ സർവേ റിപ്പോർട്ടുകൾ, എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നിലും വരുന്ന സർവേ റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി. 2021 ആദ്യം വന്ന സർവേ റിപ്പോർട്ടുകൾ എന്തായിരുന്നു? ഏത് കണക്കിലായിരുന്നു UDF മുന്നേറിയിരുന്നത്? എത്ര കണ്ട് പിറകിലായിരുന്നു LDF? പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ 2016 സീറ്റ് വർദ്ധിപ്പിച്ച് 99 സീറ്റിലേക്ക് എത്തിച്ചല്ലേ LDFനെ ജനങ്ങൾ വിജയിപ്പിച്ചത്? അതായിരുന്നോ സർവേയിൽ കണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല, 2021 സീറ്റിനേക്കാളും കൂടുതൽ സീറ്റാണ് ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബേപ്പൂരിൽ കഴിഞ്ഞ തവണ ഇവിടെ പ്രതിനിധീകരിച്ച് നല്ല രീതിയിൽ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ള, നിങ്ങളുടെ എല്ലാ വീടുകളിലെയും ഒരംഗത്തെ പോലെ സ്വീകരിക്കാൻ കഴിയുന്ന മുഹമ്മദ് റിയാസിനെ തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്.
ഒരു തരത്തിലുള്ള ആശങ്കയും ആ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. വൻപിച്ച ഭൂരിപക്ഷത്തോടെ മുഹമ്മദ് റിയാസിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക ഒരു മന്ത്രി എന്ന നിലയിലും മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നിയമസഭാംഗം എന്ന നിലയിലുള്ള പ്രവർത്തനവും മണ്ഡലത്തിൻ്റെ താല്പര്യങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട്. നല്ല വിജയത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ചയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.